എന്താ ദേവിക? എന്നോട് കാണിച്ച സ്നേഹവും കാരുണ്യവും ഒക്കെ വെറും അഭിനയമായിരുന്നല്ലേ? എന്താ? ഒരു മോളെ പോലെ എന്നെ കാണുന്നു പറഞ്ഞത് വെറും നുണയായിരുന്നു അല്ലേ? അങ്ങനെ നിനക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങനെ എന്നോട് സംസാരിക്കാൻ ദേവിക്ക് എങ്ങനെയാ കഴിയുന്നേ? നന്ദുന്റെ അമ്മയ്ക്ക് വേണ്ടി 4 പാടും അന്വേഷണം നടക്കുക, ഒരറിവുമില്ല. പക്ഷെ ഇപ്പൊ എനിക്കൊരു സൂചന കിട്ടിക്കഴിഞ്ഞു. മാഡം, എന്റെ അമ്മയെ വിട്ടു തരണം. അമ്മയും മാഡവും തമ്മിലുള്ള ശത്രുതയൊക്കെ ഞാൻ അറിഞ്ഞു. മാഡത്തെ കാണാൻ ഭാർഗവി ആന്റി വന്ന കാര്യമൊക്കെ ആന്റി എന്നോട് പറഞ്ഞു. മാഡവും അമ്മയും തമ്മിൽ മുൻവൈരാഗ്യം ഉള്ളതും ഞാൻ അറിഞ്ഞു. അതിന്റെ കാരണങ്ങളൊന്നും വ്യക്തമായിട്ടില്ലെങ്കിലും ആന്റി പറഞ്ഞതൊക്കെ സത്യമാ. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയായാലും ശരി, അമ്മ വിട്ടയക്കണം. ഞാൻ കാല് പിടിച്ചപേക്ഷിക്കുക. ദേവിക, ഞങ്ങൾ തമ്മിൽ പഴയ പരിചയക്കാരാണ്. ശത്രുതയുണ്ട്, അതൊക്കെ സത്യമാണ്. പക്ഷെ ഇപ്പൊ പ്രഭാവതിയെ കാണാതായതിന്റെ പിറകില് എനിക്കൊരു ബന്ധവുമില്ല. ദേവിക വിശ്വസിക്കണം. ഇല്ല, എന്നെ നന്ദുവിനെയും മാഡത്തിന്റെ കമ്പനിയിൽ ജോലിക്ക് വെച്ചത് അമ്മയോട്ടുള്ള വൈരാഗ്യത്തിന്റെ പേരിലല്ലേ? ഞങ്ങളിൽ കൂടി പക വീട്ടാനല്ലേ? അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ. അതും ശരിയാ. അന്ന് നീ പ്രഭാവതിയുടെ മരുമകളായിരുന്നു. പ്രഭാവതിയിലേക്ക് എത്താനുള്ളൊരു വഴി മാത്രമായിരുന്നു നീ. ഇന്ന് എന്റെ മകളുടെ സ്ഥാനം തന്നെയാ നിനക്ക്. ഋഷിയുടെ സഹോദരിയായിട്ടാ ഞാൻ നിന്നെ കാണുന്നേ. എന്റെ ഋഷിയെ പഴയ ഋഷിയാക്കി എനിക്ക് തിരിച്ചു തന്നവളാ നീ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ എനിക്ക് അമ്മ എവിടെയാന്ന് അറിയേണ്ടത്. മാഡം പറ, എവിടെയാ അമ്മയെ ഒളിപ്പിച്ചിരിക്കുന്നത്? എനിക്ക് അമ്മയെ തിരിച്ചു കിട്ടിയാ മതി. മാഡം ഇതിന്റെ പിറകിലെന്ന് ആരും അറിയാതെ ഞാൻ നോക്കിക്കോളാം. ഒന്ന് പറ മാഡം. ദേവിക, സത്യമായിട്ടാ ഞാൻ ഈ പറയുന്നേ. പ്രഭാവതി എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. അറിയാം, മാഡത്തിന് അറിയാം അമ്മ എവിടെയാണെന്ന്. ദേവിക, എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത്? അമ്മ പറഞ്ഞത് കേട്ടില്ലേ? അമ്മയ്ക്ക് അറിയില്ലെന്നല്ലേ പറഞ്ഞത്? എങ്കിൽ പിന്നെ ഋഷി പറ, ഞങ്ങളുടെ അമ്മ പ്രഭാവതി ഇപ്പൊ എവിടെയാ? അത് ശരി, അമ്മയ്ക്ക് അറിയില്ലെന്ന് പറഞ്ഞപ്പോ ഇനി ഞാൻ പറയണോ? എനിക്കങ്ങനെ അറിയാൻ പറ്റും ദേവിക. നിനക്കേ അറിയാൻ പറ്റൂ. നീ പറയണം. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. പറയടാ, അമ്മ എവിടെയാ? എനിക്കറിയില്ല. നിനക്കറിയില്ലേ? ദേവിക, ഇതുവരെ ഞാൻ ക്ഷമിച്ച് നിൽക്കുകയായിരുന്നു. എന്നോട് ചോദിച്ചതിൽ ചില ന്യായങ്ങളുണ്ടെന്ന് വെക്കാം. പാവൻ ഋഷി എങ്ങനെ അറിയാനാ പ്രഭാവതി എവിടെയാണെന്ന്? മാഡം ഋഷിയോട് ചോദിച്ചാ മതി, ഋഷിക്ക് അറിയാവോന്ന്. എന്താടാ, എന്താ ദേവിക ഈ പറയുന്നേ? ഇതിന്റെയൊക്കെ പുറകിൽ ഞാനാണെന്ന് ദേവിക എങ്ങനെയാ പറയുന്നേ? വെറുതെ കള്ളം പറയുന്ന അമ്മേ. നിന്റെ മുഖത്തിന്റെ വിളർച്ചയും ശബ്ദത്തിലെ പതർച്ചയും മാത്രം മതി തെളിവായിട്ട്. മര്യാദയ്ക്ക് പറ. ഏയ്, നന്ദുന്റെ അമ്മ എവിടെയാന്ന് പറയടാ. പറയാനാ പറഞ്ഞേ, പറയടാ. ദേവിക, എന്തൊക്കെ നീ പറയുന്നേ? അവനിവിടെ. പറയടാ, പറയാനാ പറഞ്ഞേ. എടാ പറയാ. അവനിവിടെ. എടാ വിടാനല്ലേ പറഞ്ഞേ? ദേവിക, നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ച് വിട്ടേക്കുവാണ്. അല്ല അല്ല, ഞാൻ തന്നെ സാക്ഷി. മാഡത്തിനെ കാണാൻ ഞാൻ വന്നിട്ട് അരമണിക്കൂറിലധികമായി. മാഡം, മാഡം, മാഡം ഇനി ഋഷിയുടെ റൂമിലുണ്ടാവോ? അതെ, പ്രഭാവതിയെ തേടി ലോകം മുഴുവൻ അലയട്ടെ. ഇനി പ്രൊഫസർ പ്രഭാവതി പുറലോകം കാണില്ല. ഞാൻ കാണിപ്പിക്കില്ല. പ്രഭാവതി സ്ഥാനാർത്ഥിയായതുകൊണ്ട് ചൂടുപിടിച്ച അന്വേഷണമാണ് നടക്കുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ
നമ്മുടെ താവളത്തെക്കുറിച്ച് പോലീസിന് സൂചന കിട്ടിയാ എല്ലാവരും പെടും.